السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي الأحد الجبار والصمد الغفار. أشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدًا عبده ورسوله النبي المختار، وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സമയത്തും സന്ദർഭത്തിലും ഇത്തരത്തിലൊരു വേദി ഇവിടെ സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് പരിപൂർണമായി കീഴൊതുങ്ങി ഏത് സമയത്തും അവസാനിക്കാവുന്ന ജീവിതത്തിൻ്റെ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ച് ഈമാനോടുകൂടിയുള്ള മരണം ലഭിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിന്നിലും നാം ഏവരും ലക്ഷ്യമായി കാണുന്നത് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൻ്റെ വിജയമാണ്.
മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് സമയത്തും കടന്നു വരും എന്നത് നമ്മുടെയൊക്കെ പരിചയത്തിൽ പെട്ടെന്ന് പലരും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വാർത്തകളിലൂടെ നാം ഏവരും ബോധവാന്മാരായ കാര്യമാണ്. ആ മരണം ജീവിതത്തിൻ്റെ ഒടുക്കമല്ല, അതൊരു തുടക്കമാണ് എന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായി നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. ആ മരണാനന്തര ജീവിതത്തിൻ്റെ രക്ഷയാണ് ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച വിജയമെന്ന് പറയുന്നതും അതുതന്നെയാണ്. ഫമൻ സുഹ്സിഗ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അല്ലാഹുവിൻ്റെ അരികിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നവനായി ആരുണ്ടോ അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇസ്ലാം മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം വലിയ പ്രാധാന്യം നൽകുക എന്നതല്ല. ഭൗതികമായ ജീവിതത്തിൽ തന്നെ തന്നെ അറിയുന്ന ആളുകളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് തന്നാലാവുന്ന വിധത്തിൽ അവരെ രക്ഷപ്പെടുത്തണം, സഹായിക്കണമെന്നത് വളരെ കണിശമായ നിലയിൽ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ പടച്ച റബ്ബ് അവന് ഒരുക്കി തന്ന കുടുംബം, അവൻ്റെ ഇണ, അവൻ്റെ മക്കള്, അവരുടെ കൂടെ ആയിരിക്കണം നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്കും പ്രവേശിക്കേണ്ടത് എന്നത് ഒരു കൽപ്പനാ സ്വരത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 66-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിൽ വിശ്വസിക്കുന്ന, ആ റബ്ബ് നിയോഗിച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന, മലായികത്തിൽ വിശ്വസിക്കുന്ന, ആഖിറത്തിൽ വിശ്വാസമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അല്ലാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് എന്തിൽ നിന്ന് എന്ന് പറയുന്നതിന് മുമ്പ് റബ്ബ് ചേർത്തി പറഞ്ഞു,
ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ശരീരത്തെ രക്ഷപ്പെടുത്തിക്കോ, വഅഹ്ലീകും നിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തിക്കോ. പിന്നെയാണ് എന്തിൽ നിന്ന് എന്ന് അല്ലാഹ് പറയുന്നത്. അതേ, അത് കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നുണ്ട്, വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. ആ നരകത്തിന്റെ കാവൽക്കാരായി അല്ലാഹു നിയമിക്കുന്ന മലായികത്തിനെ കുറിച്ചും അല്ലാഹു പറഞ്ഞു, അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്. തീരെ കാരുണ്യമില്ലാത്ത പരുക്കന്മാരായ നിലക്ക് അല്ലാഹു സൃഷ്ടിച്ച മലായികത്തിനെയാണ് നരകത്തിന്റെ കാവൽക്കാരായി പടച്ച റബ്ബ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. എന്തൊരു കൽപ്പന അല്ലാഹുവിൽ നിന്ന് വന്നോ ഒരിക്കലും അത് ധിക്കരിക്കാതെ അല്ലാഹു പറഞ്ഞത് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് അല്ലാഹുവിന്റെ മലായിക. അപ്പൊ ഈ ആയത്തിലൂടെ പടച്ച റബ്ബ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് കൽപ്പിക്കുന്ന കാര്യമാണ്, നാളെ ആഖിറത്തിൽ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ രക്ഷപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരുത്തന് ബാധ്യതയുള്ള കാര്യമായി പഠിപ്പിക്കുകയാണ് നിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുക. കുടുംബമെന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കവേ അതിൽ ഉൾപ്പെടുന്നത് ഒരുത്തനും അവന്റെ ഇണയും അവന്റെ മക്കളുമാണ് പ്രധാനമായും അതിൽ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗത്തിലേക്ക് കുടുംബസമേതം തന്നെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയമെന്ന് പടച്ച റബ്ബ് പരിചയപ്പെടുത്തുന്നത്. സ്വർഗം നേടുക എന്ന് പറയുന്നതാണ് വലിയ വിജയമെങ്കിൽ ആ സ്വർഗം നേടേണ്ടത് കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കണം എന്ന് വളരെ കൃത്യമായി പടച്ച റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കാനും അല്ലാഹു പറഞ്ഞതല്ലേ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അതാ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ ചില പ്രത്യേകതകൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ചില ഭാഗങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം. ഇബാദുർ റഹ്മാൻ എന്ന് പടച്ച റബ്ബ് പരിചയപ്പെടുത്തി അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ പ്രത്യേകതകൾ പറയുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് വളരെ കൃത്യമായി പടച്ച റബ്ബ് അവരുടെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചപ്പോ അവിടെ യഥാ പടച്ച റബ്ബ് പറയുകയാണ്, അവര് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവിനോട് പറയാണ്, പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകണേ, സന്തോഷം നൽകണേ. അതേ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വാർത്തകളാണ് മക്കളിൽ നിന്ന് കേൾക്കേണ്ടത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കണേ. അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നവരാണ്. മാത്രമല്ല പിന്നെ അവര് പറയുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീ ഞങ്ങളെ
അതേ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കുകയും ചെയ്യണമേ. എന്നെയും എൻ്റെ ഇണയെയും എൻ്റെ മക്കളെയും മുത്തഖീങ്ങളാക്കണം എന്നല്ല, മുത്തഖീങ്ങൾക്ക് നീ മാതൃകയാക്കണേ അല്ലാ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. മുത്തഖീങ്ങളായി ജീവിക്കുന്ന, ആ നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ മാതൃകയാകുന്ന വിധത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹ് ആവശ്യപ്പെടുന്നു. സ്വർഗ്ഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതല്ലേ, ആ സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഉഇദ്ദത ലിൽ മുത്തഖീൻ, അതേ മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്പൊ ആ മുത്തഖീങ്ങളായ ആളുകൾക്ക് മാതൃകയാക്കുന്ന വിധത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ എന്ന് പറയുമ്പോ, ആ മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹ് എത്തുന്നവരിലും, അതുപോലെ തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ട് മറ്റുള്ളവര് എത്താൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ എന്നുമല്ലേ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ കുടുംബത്തോടുകൂടി തന്നെ അല്ലാഹുവിന്റെ സ്വർഗീയ സുഖാനുഗ്രഹത്തിന്റെ സങ്കേതത്തിലേക്ക് എത്തുക എന്നതാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ പടച്ച റബ്ബ് കുടുംബമായി നമ്മെ ജീവിപ്പിക്കുന്നു എങ്കിലും ഈ ജീവിതം പരീക്ഷണത്തിന്റെ കാലഘട്ടമാണല്ലോ. ഇതല്ലല്ലോ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടില്ലേ, വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയ ഹയവാൻ ലഹിയൽ ഹയവാൻ. ആഖിറമെന്ന് പറയുന്നതാണ് യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് ഈ ലോകത്ത് കുടുംബമായി കഴിയുന്നവരാണ് നമ്മളെങ്കിൽ ആഖിറത്തിലും കുടുംബമായി തന്നെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് മനമുരുകിയ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാനാ പടച്ച റബ്ബ് പറഞ്ഞത്. അതാണ് നേരത്തെ സൂചിപ്പിച്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശ്വാസികളെ, അതാ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന ചില പ്രത്യേകമായ സന്ദർഭങ്ങളില്ലേ. എല്ലാ സമയത്തും അതാ 5 വക്ത് നമസ്കാരങ്ങൾക്കു ശേഷം അതാ ദിക്റുകൾ കഴിഞ്ഞാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. ആ സമയത്ത് അല്ലാഹുവിനോട് ഈ പ്രാർത്ഥന ഒരിക്കലും മറക്കാതെ പ്രാർത്ഥിച്ചോ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഉത്തരം കിട്ടുന്നതായ ഏതേത് സന്ദർഭങ്ങളുണ്ടോ, രാത്രി സമയത്തുള്ള 1/3 കഴിഞ്ഞാൽ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമില്ലേ, ആ സമയത്തൊക്കെ എഴുന്നേറ്റുകൊണ്ട് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ. ആ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ. അവിടെയൊക്കെ ഈ രൂപത്തിൽ അല്ലാഹുവേ, കുടുംബത്തോടെ നിന്റെ സ്വർഗ്ഗത്തിൽ വസിക്കാനുള്ള ആ ഒരു മഹത്തായ തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇനിയോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, കേവലം പ്രാർത്ഥന മാത്രം ഉണ്ടായാൽ പോരാ. നമുക്കൊരു വീട് വേണം. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ വീട് ലഭിക്കുമോ? ഇല്ല. പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് കറക്റ്റായി പരീക്ഷ എഴുതണം. എന്തൊരു കാര്യം ലഭിക്കണമെങ്കിലും പ്രാർത്ഥനകൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടതുണ്ടല്ലോ. കുടുംബത്തോടെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, കുടുംബമാരാണോ ആ പറയപ്പെട്ട അംഗങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ
സ്വർഗം ലഭിക്കാവുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ അല്ലാഹു എന്തൊക്കെ കാര്യങ്ങളാണോ, അതേ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അല്ലെങ്കിൽ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ സമയം മുതൽ രാത്രി അതാ ബെഡിലേക്ക് അഭയം പ്രാപിക്കുന്ന സമയം വരെ നിർവഹിക്കാനുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, ചൊല്ലാനുള്ള എന്തൊക്കെ ദിക്റുകളുണ്ടോ, അതെല്ലാം നിർവഹിച്ച് അതെല്ലാം ചൊല്ലിക്കൊണ്ട് ഓരോ ദിവസങ്ങളും ചെലവഴിക്കുമ്പോൾ മാത്രമേ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതായത് ഏതെങ്കിലും ഒരാൾ നന്നായത് കൊണ്ട് മാത്രം കുടുംബത്തോടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നർത്ഥം. ഭൗതികമായ ജീവിതത്തിൽ പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നവരാവാം. ഒരു വീട്ടിലെ കല്യാണമുണ്ടെങ്കിൽ വീട്ടിലെ വാപ്പയെ വിളിച്ചിട്ടുണ്ട്, വാപ്പനോട് പറഞ്ഞു എല്ലാവരും വരണേ, എല്ലാവരും ഒരുമിച്ച് ആ വീട്ടിലേക്ക് പോകുന്നു കല്യാണത്തിന്. ഒരാളോട് പറഞ്ഞാൽ മതിയാകും, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ നന്നായത് കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല. അതുകൊണ്ടല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താനേറെ സ്നേഹിക്കുന്ന തൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകള് പലപ്പോഴും കേൾക്കാറില്ലേ? യാ ഫാത്തിമ അൻതി ഖിത്അതും മിൻ കബ്ദി, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് മോളെ എന്ന് വിളിച്ച് അള്ളാന്റെ റസൂല് മോളോട് പറയുന്നത് സലീനി മാശിഇതി മിൻ മാലി, വാപ്പാന്റെ സ്വത്തിൽ നിന്ന് എൻ്റെ മോൾക്ക് എന്താ വേണ്ടത് വാപ്പനോട് ചോദിച്ചോ, വാപ്പ തരാം. പക്ഷേ മോളെ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ രക്ഷപ്പെടുത്തണം മോളെ. വാപ്പാക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാന്റെ മുന്നിലെത്തിയിട്ട് എന്റെ വാപ്പ അന്ത്യപ്രവാചകനായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്റെ മോളാണ് റബ്ബേ എന്ന് അള്ളാനോട് റസൂലുള്ള പറഞ്ഞിട്ടും കാര്യമില്ല. മറിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ സ്വർഗത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ, സ്വർഗം ലഭിക്കാൻ ആവശ്യമായ ജീവിതം അവരെ നയിക്കുക തന്നെ വേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കതിലൂടെ ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, മാതാപിതാക്കൾ നന്നായത് കൊണ്ട് മക്കൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അതാ അവ്വലുർ റസൂൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബിയുടെ മകൻ അല്ലാഹുവിന്റെ നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മള്? മാതാപിതാക്കൾ നന്നായത് കൊണ്ട് മക്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. മക്കള് നന്നായത് കൊണ്ട് മാതാപിതാക്കൾ രക്ഷപ്പെടുമോ? ഇല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവ് ആസറിനെ അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയില്ലേ? ആസറും നരകത്തിലാണ്. അതുപോലെ തന്നെ ഭാര്യ നന്നായി എന്നുള്ളത് കൊണ്ട് ഭർത്താവ് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹാ വിശ്വാസികൾക്ക് മാതൃകയായി കൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തിയതല്ലേ? ഭർത്താവ് നന്നായത് കൊണ്ട് ഭാര്യ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അതാ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ അവിശ്വാസികൾക്ക് ഉദാഹരണമായി കൊണ്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയവരല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അറിയിക്കുന്നത്
കുടുംബത്തോടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തുക എന്നത് ഏതെങ്കിലും ഒരാള് നന്നായത് കൊണ്ടോ, ഒരാള് എല്ലാ കൽപ്പനകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ആ ഇബാദത്തുകളെല്ലാം നിർവഹിച്ച് ജീവിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും സാധ്യമല്ല. മറിച്ച് കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗം ലഭിക്കാവുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ കുടുംബത്തോടുകൂടി സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് അർശ് വഹിക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അർശ് വഹിക്കുന്ന മലക്കുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 40-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ മലായിക്കത്തുകൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് കുടുംബത്തിലുള്ള ഓരോരുത്തരും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പഠിപ്പിക്കുകയാണ്. എന്താ മലായിക്കത്ത് പറയുന്നത്? റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ. അല്ലാഹുവേ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിൽ അവരെ നീ പ്രവേശിപ്പിക്കണേ. അല്ലതീ വഅദ്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്തതാണല്ലോ ആ സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിൽ അവരെ നീ പ്രവേശിപ്പിക്ക്. എങ്ങനെ? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ ഇണകളിൽ നിന്ന്, അവരുടെ മക്കളിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന്. വമൻ സ്വലഹ, മലായിക്കത്ത് റബ്ബിനോട് പറയുന്നു, അവരുടെ ഇണകളെയും മക്കളെയും മാതാപിതാക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നല്ല, മറിച്ച് അവിടെ യഥാ പടച്ച റബ്ബ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, വമൻ സ്വലഹ, സ്വാലിഹീങ്ങളായ ആളുകളെ. അപ്പൊ മാതാപിതാക്കള് സ്വാലിഹീങ്ങളാവണം, ഇണകള് സ്വാലിഹീങ്ങളാവണം, മക്കള് സ്വാലിഹീങ്ങളാവണം. എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ നല്ലതാവണം, കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതാവണം, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാവണം, മനസ്സിനകത്തുള്ള അവരുടെ വിചാര വികാരങ്ങൾ നല്ലതാവണം. ഈ നിലക്കാണെങ്കിൽ മാത്രമേ ഒരു കുടുംബം ആ കുടുംബത്തോടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ സ്വർഗം ഒരുക്കി വെച്ച് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന റബ്ബ് നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, എല്ലാവരും ഒന്നിച്ചല്ലല്ലോ മരണപ്പെട്ടു പോവുക. ഒന്നിച്ച് മരണപ്പെട്ടു പോകുന്നവരുമുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ സംഭവിക്കുന്ന സമയത്ത്, മറ്റുള്ള അപകടങ്ങളിലൊക്കെ ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു, കേട്ടു, അറിഞ്ഞു. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഓരോരുത്തരും നാളെ തന്നെ കാത്തിരിക്കുന്ന രൂപത്തിൽ സ്വർഗത്തിലേക്കാണ് എന്ന് ഉറപ്പുവരുത്തുക എന്ന ബാധ്യത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്, അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, കുടുംബമെന്ന് പറഞ്ഞാൽ ഖുർആനിലെ അഹ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവും മക്കളും അതാണ് എന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ ഇണയുടെ റൂഹ് പിടിക്കാൻ എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ, അറിയില്ലല്ലോ ആരാ ആദ്യം പോവുക എന്നത്, മക്കളാണോ മാതാപിതാക്കളാണോ എന്നറിയില്ലല്ലോ. മരണത്തിന് വാർദ്ധക്യത്തിലേക്ക് എത്തണമെന്നില്ല, മാരകമായ രോഗം വേണമെന്നില്ല. ചെറിയ ചെറിയ മക്കളൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നവരാ. പേരക്കുഞ്ഞിന്റെ മയ്യത്തിന് വല്ലുപ്പയാണ് ഇമാമ നിൽക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകളാണ് ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലേക്ക്
റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തും അനുയായികളും വരുന്ന രംഗം ഏത് രൂപത്തിലായിരിക്കും? ഇന്നത്തെ ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ, വൽ തൻളുറ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുക എന്ന് പറയുക സാധ്യമല്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചാണ് മരണപ്പെട്ടു പോവുക എന്ന് ആർക്കും പറയുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന രൂപത്തിലാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? എന്റെ റൂഹ് പിടിക്കാൻ, എന്റെ ഇണയുടെ റൂഹ് പിടിക്കാൻ, എന്റെ മകന്റെ മകളുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയമായാൽ എനിക്കുറപ്പുണ്ട്, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനായ സ്വാലിഹായ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തും അനുയായികളും എപ്രകാരമാണോ വരുന്നത്, അപ്രകാരം തന്നെയാണ് എന്റെ ഇണയുടെ റൂഹ് പിടിക്കാൻ, എന്റെ റൂഹ് പിടിക്കാൻ, എന്റെ മക്കളുടെ റൂഹ് പിടിക്കാൻ വരിക. ഇതല്ലേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഉറപ്പുവരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മരണം എപ്പോഴാ സംഭവിക്കുക ഒരാൾക്കും അറിയില്ല. എവിടെന്നാണ് റൂഹ് പിടിക്കപ്പെടുക എന്ന് പറയുക സാധ്യമല്ല. പക്ഷേ എങ്ങനെ മരിക്കണമെന്ന തീരുമാനം നമുക്കല്ലേ? എങ്ങനെ മരിക്കണമെന്ന തീരുമാനം നമുക്കാണ്. നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളും നല്ല മരണത്തിന്റെ അവസ്ഥയും മോശമായ മരണത്തിന്റെ അവസ്ഥയും അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മരണത്തിന്റെ അവസ്ഥയിലായിരിക്കും എന്റെ റൂഹ് പിടിക്കപ്പെടുക, എന്റെ ഇണയുടെ, എന്റെ മക്കളുടെ. ആ രൂപത്തിലുള്ള ഉറപ്പ് വരുത്തി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? നേരത്തെ സൂചിപ്പിച്ചല്ലോ, നന്മകൾ മാത്രമായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്, അല്ലേ? സ്വാലിഹീങ്ങളായിരിക്കണം. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല നന്മയെന്ത് തിന്മയെന്ത് എന്നുള്ളത്. മറിച്ച് ആയത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നന്മ എന്താണ് തിന്മ എന്താണ് എന്നത്. ആ നന്മകളും തിന്മകളും മനസ്സിലാക്കി അതിലെ തിന്മകളെ സമ്പൂർണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നന്മകൾ മാത്രം ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷമാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ളത്? പരസ്പരം നന്മകൾ കൽപ്പിച്ചും തിന്മകൾ വിരോധിച്ചും ജീവിക്കാൻ സാധിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഏറ്റവും വലിയ തിന്മയായി പഠിപ്പിച്ചത് അശ്ശിർക്കു ബില്ലാഹ് എന്നതല്ലേ? അല്ലേ? വിശദമായ സംസാരം തൗഹീദുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കുറപ്പുണ്ടോ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ തൗഹീദിന്റെ വക്താക്കളാണ്? ശിർക്ക് കലർന്ന വിശ്വാസമില്ല, ശിർക്കിന്റെ പ്രവർത്തനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ നമുക്കറിയാമല്ലോ, ബിംബാരാധനക്കെതിരെ ശക്തമായി പോരാടിയ പ്രവാചകനാണ്. ഒറ്റയാള് പോരാട്ടം നടത്തിയ പ്രവാചകനാണ്. ഒരു സമുദായം ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഒറ്റക്ക് ആ പ്രവാചകൻ ആ സമുദായത്തിൽ നിർവഹിച്ചത്. എന്നിട്ട് പോലും ആ പ്രവാചകന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുമ്പോ 14-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനമായി കാണാം. അല്ലാഹുവോട് പറയാണ്, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും
ബിംബാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണേ അല്ലാ. അല്ലാഹുവിന് പുറമേ മറ്റുള്ള ഒരു സൃഷ്ടിക്ക് മുന്നിലും ആരാധന അർപ്പിക്കുന്ന ഒരു സാഹചര്യം അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, എൻ്റെ മക്കളിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല സ്വന്തം പിതാവിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ തുറന്ന് പറഞ്ഞില്ലേ, അതേ ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു സമുദായത്തെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം സ്വന്തം കുടുംബത്തിൽ നിന്നല്ലേ ഖലീലുള്ള തുടങ്ങുന്നത്. പിതാവിനോട് പറഞ്ഞില്ല, ഇത് ഖാല ലി അബീ യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. വാപ്പാ, നിങ്ങൾ എന്തിന്റെ മുന്നിലാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിന്റെ മുന്നിലാണ് വാപ്പാ നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ കാണാത്ത, നിങ്ങളെ കേൾക്കാത്ത, ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാത്ത നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതിന്റെ മുന്നിലാണല്ലോ വാപ്പാ എന്ന് സ്നേഹത്തോടുകൂടി ആ മകൻ പറഞ്ഞത് കേട്ടില്ലേ? പേടിയായിരുന്നു. വാപ്പാനോട് പറഞ്ഞില്ല, ഇന്നീ അഖാഫു. വാപ്പാ പേടിച്ചിട്ടാണ് വാപ്പാ പറയുന്നത്, അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ലഭിക്കുമെന്ന പേടി കൊണ്ടാണ് വാപ്പാ ഞാൻ ഈ പറയുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാനോട് പറഞ്ഞില്ലേ? മാത്രമല്ല യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മരണസമയമതാ വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിച്ചില്ലേ? നോക്കണേ നിങ്ങൾ, അവർക്ക് മരിക്കുന്ന സമയത്ത് ബേജാറാണ്. മരണശേഷം മക്കൾ ഇവിടെ ജീവിച്ചു കഴിയുമ്പോ അവരുടെ ജീവിതത്തിലെങ്ങാനും അവർക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള, നരകത്തിലേക്ക് പോകാവുന്ന വിധത്തിലുള്ള വല്ല പ്രവർത്തനങ്ങളും വന്നു പോകുമോ എന്ന പേടി മരിക്കുന്ന സമയത്ത് ആ പിതാവിനുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മക്കളോട് പറയുകയാണ്, മക്കളെ അരികിൽ വിളിച്ചു വരുത്തി പറഞ്ഞ വാക്കുണ്ട്. മക്കളോട് ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ബഅദീ. മക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മക്കളെ വിളിച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുന്ന ചോദ്യമാണ്. ആ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലം, അതേ അവസാനത്തെ ശ്വാസവും അതിന്റെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം വരെ അള്ളാനെ ആരാധിക്കുന്ന, അള്ളാന്റെ മുന്നിൽ മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന രൂപത്തിലാണ് മക്കളെ വളർത്തിയിട്ടുള്ളത്. ആ പിതാവ് ഉറപ്പ് വരുത്തുകയാണ്, മക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ആ മക്കള് വാപ്പാനോട് പറയുന്ന മറുപടിയുണ്ട്, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹം വാഹിദാ. വാപ്പാ, നിങ്ങൾക്കൊരു ബേജാറുമുണ്ടാവേണ്ടതില്ല, ഒരു ബേജാറുമുണ്ടാവേണ്ടതില്ല. ഞങ്ങൾ നിങ്ങൾ ആരാധിച്ച, നിങ്ങളുടെ പിതാക്കൾ ആരാധിച്ച ആ ഇലാഹം വാഹിദ, ഏകനായ ദൈവത്തെ മാത്രമായിരിക്കും ഞങ്ങൾ ആരാധിക്കുക എന്ന് ആ മക്കൾ, പ്രിയപ്പെട്ടവരെ, വാപ്പാക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളെല്ലാം നമ്മെ അറിയിക്കുന്നത് കുടുംബമായി ജീവിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കുടുംബത്തോടെ എത്താൻ സാധിക്കണമെങ്കിൽ വിശ്വാസപരമായ മേഖല, ആ മേഖലയിൽ വ്യതിയാനങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. തൗഹീദിന്റെ വക്താക്കളായി ശിർക്ക് കലർന്ന പ്രവർത്തനങ്ങളില്ലാത്ത, ആ നിലക്ക് ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു കുടുംബമായി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം മാറേണ്ടതുണ്ട്.
അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുന്ന, അള്ളാഹുവിനെ പിടിച്ചു മാത്രം സത്യം ചെയ്യുന്ന, റബ്ബേ എന്ന് വിളിച്ചു മാത്രം ജീവിതത്തിന്റെ സങ്കടങ്ങൾ പറയുന്ന, ആ റബ്ബിന്റെ മുന്നിലും മാത്രം നേർച്ചകൾ അർപ്പിക്കുന്ന ആ രൂപത്തിലുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെന്ന യാഥാർത്ഥ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇനി സൂറത്തുർ റഅദ് 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 20 മുതൽ 23 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 23-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, സ്വർഗ്ഗത്തിന്റെ സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗം, ആ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ആരെയാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, നാമുഖമായി ഓതിക്കൽപ്പിച്ച വചനമാണ്. ഇണകളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന് നല്ലവരായ ആളുകൾ. ഇതെപ്പോഴാ പറയുന്നത് എന്നറിയുമോ? തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ അവരുടെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട് അല്ലാഹ്. അതെല്ലാം പറഞ്ഞതിനു ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. എന്താണ് ആ ആയത്തുകൾ? ഒന്ന് പെട്ടെന്ന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലാഹുവിനോട് ചെയ്ത കരാറ് പാലിക്കുന്നവരാണ്, അത് ലംഘിക്കുന്നവരല്ല. എന്താ പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് ചെയ്ത കരാറ് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയമാണ്. അതേ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോ ഒരു ദിവസം നിർബന്ധമായും 17 തവണ പറയുന്നില്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് റബ്ബിന്റെ മുന്നിൽ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് പറയുമ്പോ പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. ആ കരാറിൽ ഒരു വീഴ്ചയും വരുത്താത്തവരാണ്. മാത്രമല്ല, വലാ യൻഖുദൂനൽ മീസാഖ്. പ്രിയപ്പെട്ടവരെ, വിവാഹത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയത് മീസാഖൻ ഗലീലാ, ശക്തമായ ഒരു കരാർ എന്നല്ലേ. ആ വിവാഹത്തിലൂടെ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാര്യയെന്ത്, ഭർത്താവെന്ത്, എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിവാഹം അല്ലാഹു തന്ന അനുഗ്രഹമാണെങ്കിൽ ആ വിവാഹത്തിലൂടെ ഭാര്യാപദം അലങ്കരിക്കുക എന്ന് പറയുന്നത്, ഭർത്താവ് എന്ന ആ സ്ഥാനത്തേക്ക് ഒരാൾ എത്തുക എന്നത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഒരു നല്ല ഭർത്താവായി ജീവിക്കാൻ, ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നവരാണ് നമ്മൾ. ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങള് ഭംഗിയായി നിർവഹിക്കുന്നവരാണ് ഇവരെന്ന് പടച്ച റബ്ബ് പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, സ്വന്തം ഇണയുടെ കാര്യം മാത്രമല്ല, അതിലൂടെ ഒന്നിച്ചുണ്ടായി തീർന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂടപ്പിറപ്പുകള്. അങ്ങനെ നിന്റെ ജീവിതത്തില് ചേർക്കാൻ പടച്ച റബ്ബ് പറഞ്ഞ കുടുംബ ബന്ധമുണ്ടല്ലോ, ആ കുടുംബ ബന്ധം കൃത്യമായി ചേർക്കുന്നവരാണ്. കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നവരല്ല, കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകളാണ്. വയഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്, റബ്ബിനെ ഭയപ്പെടുന്നവരാണ്. ഭർത്താവിനെ ഭയപ്പെടുന്നവരല്ല, ഭർത്താവിനെ പേടിച്ചുകൊണ്ടല്ല തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഭർത്താവ് കാണുന്ന സമയത്ത് മാത്രം ഒഴിവാക്കുന്നവളല്ല,
തിന്മയായ മോശമായ പ്രവർത്തനങ്ങള്, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഏത് നട്ടപ്പാതിര സമയത്താണെങ്കിലും, ആരും ശ്രദ്ധിക്കാനില്ലാത്ത സന്ദർഭമാണെങ്കിലും, തന്റെ ഇണയറിയുന്നില്ല, തന്റെ മക്കളറിയുന്നില്ല, പക്ഷേ ആ സമയത്ത് പോലും മോശമായ അധാർമികമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ അവൾ തയ്യാറാകുന്നില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ, തന്റെ മൊബൈലിലേക്ക് വന്ന ഒരു ഹായ് എന്ന ഒരു മെസ്സേജിലൂടെ കുടുംബം തകർന്നു പോയ എത്ര ആളുകളാ പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഫോണിലേക്ക് വന്ന ഒരു മിസ് കോളിലൂടെ കുടുംബത്തിൽ നിന്ന് മിസ്സായിപ്പോയ മക്കൾക്ക് ഉമ്മമാര് മിസ്സായിപ്പോയ, മക്കൾക്ക് ഉപ്പമാര് മിസ്സായിപ്പോയ എത്ര വാർത്തകളാ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ട് കഴിയുന്ന, അവന്റെ സ്വർഗത്തിന്റെ സുഖാനുഗ്രഹത്തിന്റെ സങ്കേതത്തിലേക്ക് എത്താൻ അതിയായി കൊതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വയഖ്ശൗന റബ്ബഹും, അവരല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. മാത്രമല്ല വയഖാഫൂന സൂഅൽ ഹിസാബ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള വിചാരണയെ ഭയപ്പെട്ട് കഴിയുന്നവളാ, വിചാരണ ഭയപ്പെട്ട് കഴിയുന്നവനാ. അല്ലേ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ലോകത്തെ കുറിച്ച് ബോധമുണ്ട്. തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, തന്റെ കൈകാലുകള് അല്ലാഹുവിന്റെ മുന്നിൽ സംസാരിക്കുന്ന ലോകത്തെ കുറിച്ച്, താൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളെ കുറിച്ച് എവിടെ വെച്ചാണോ പ്രവർത്തിച്ചത്, ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ലോകം. അങ്ങനെ ഒരു ദിവസമാണ് യൗമുൽ ഹിസാബ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ആ ലോകത്തെ കുറിച്ച്, ആ വിചാരണയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ പേടിയുള്ള ആളുകളാണ് കുടുംബത്തോടുകൂടി സ്വർഗത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല റബ്ബ് പറഞ്ഞു വല്ലദീന സബറൂ, ക്ഷമയോടുകൂടി കഴിയുന്നവരാണ്. കുടുംബ ജീവിതത്തിന്റെ സുഖകരമായ മുന്നോട്ടുള്ള യാത്രക്ക് അനിവാര്യമായും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും സേവിക്കേണ്ട ഒരു ഔഷധമാണ് ക്ഷമ എന്ന് പറയുന്നത്. അല്ലേ, വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ പലപ്പോഴും പിശാചി ഇടപെട്ടുകൊണ്ട് കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെ അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നിടത്ത് വിജയമുണ്ട് എന്നർത്ഥം. ശേഷം അല്ലാഹു പറഞ്ഞു വഅഖാമുസ്സലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്. എത്രത്തോളം സുന്നത്തായ നമസ്കാരങ്ങൾ പോലും വലിയ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്നവർ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, റഹിമല്ലാഹ്, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ ഒരു പെണ്ണിനെ. എന്താ പെണ്ണിന്റെ പ്രത്യേകത? രാത്രി സമയത്ത് ഐച്ഛികമായ നമസ്കാരം നിർവഹിക്കാൻ അവൾ എഴുന്നേൽക്കുന്നു, നമസ്കരിക്കുന്നു, ഭർത്താവിനെ വിളിക്കുന്നു. എഴുന്നേൽക്കുന്നില്ല എങ്കിൽ മുഖത്തു വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ച് നമസ്കരിപ്പിക്കുന്നു. ആ പെണ്ണിനെ അനുഗ്രഹിക്കട്ടെ എന്ന് റസൂലുള്ളാഹി. അതുപോലെ തന്നെ തിരിച്ചും പറഞ്ഞു, ഭർത്താവ് എഴുന്നേൽക്കുന്നു, നമസ്കരിക്കുന്നു, തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുന്നു, എണീക്കുന്നില്ലെങ്കിൽ മുഖത്തു വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ച് നമസ്കരിപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കട്ടെ. റസൂലുള്ള മക്കളെ കുറിച്ച് പറഞ്ഞില്ലേ, 7 വയസ്സാകുന്ന സമയത്ത് നമസ്കാരം നിർവഹിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അതിന്റെ പേരിൽ അവരെ അടിക്കണം. അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്തിനായി ശിക്ഷ, നമസ്കരിക്കാത്തതിന്റെ പേരില എന്ന് ബോധ്യമാകുന്ന വിധത്തിൽ അങ്ങനെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി ജീവിക്കുന്നവരാണ് ആ കുടുംബമെന്ന് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഓരോരുത്തരും തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളും കടമകളും റബ്ബിനോടും പരസ്പരം കടമ, തൻ്റെ ഇണയോടും മക്കളോടുമുള്ള, തൻ്റെ കുടുംബത്തോടും അയൽവാസികളോടുമുള്ള, ഇങ്ങനെ റബ്ബിനോടും പടപ്പുകളോടുമുള്ള എല്ലാ കടമകളും കടപ്പാടുകളും പാലിച്ച് ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒന്നിച്ചെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇവിടെ കുടുംബമായി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബമായി ജീവിച്ചു നോക്കൂ നിങ്ങൾ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഈ ജീവിതത്തിൽ പരസ്പരം
സഹകരിച്ച് സ്നേഹിച്ച് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന എന്തോ ഒരു പ്രവർത്തനം നമ്മിൽ ആരുടെയോ ജീവിതത്തിലുണ്ട്. കാരണം ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം ലഭിക്കാത്തവർക്ക് ആഖിറത്തിൽ സ്വർഗം ലഭിക്കുകയില്ല എന്ന് കൃത്യമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഇബാദത്തുകൾ നിർവഹിച്ചാൽ കിട്ടുന്ന ആനന്ദമാണ്, ആസ്വാദനമാണ്. നമസ്കരിച്ചിട്ട് ഖുർആൻ പാരായണം നിർവഹിച്ചിട്ട് അതുപോലെ തന്നെ മറ്റുള്ളതായ കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് ഒരു സന്തോഷം ജീവിതത്തിലില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന എന്തോ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അത് എന്താണെന്ന് കണ്ടെത്തി അതിനെ പരിഹരിച്ചു നോക്കൂ നിങ്ങൾ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സ്വർഗത്തിലേക്കുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ദീനിയായ ചുറ്റുപാടുകളുള്ള ഒരു വീടായി, ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ആവശ്യമായ മേഖലകളിൽ തിരുത്തലുകൾ നടത്തുക. തെറ്റുകൾ കണ്ടാൽ പരസ്പരം തിരുത്തുക. തന്റെ ഇണയിൽ, തന്റെ മക്കളിൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തിരുത്തി കൊടുക്കുക. ഹറാമിന്റെ വിഷയത്തിൽ മുൻഗാമികളായ ആളുകൾ കാണിച്ച ആ ഒരു സൂക്ഷ്മത പ്രിയപ്പെട്ടവരെ നമ്മളും കാണിക്കേണ്ടതുണ്ട്. തെറ്റാണ് തന്റെ ഇണ ചെയ്യുന്നത് എന്ന് കണ്ടാൽ ഇടപെടാൻ സാധിക്കണം. തന്റെ മക്കളിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഹറാമാണ് കാണുന്നത് എന്ന് കണ്ടാൽ അതിന്റെ ഗൗരവം പറഞ്ഞുകൊടുത്ത് തിരുത്തിയിട്ട് ഹലാലിന്റെ വഴി എന്തെന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ തയ്യാറാവണം. അത് ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു ഒഴിവാക്കി വിട്ടാൽ ഈ ചെറിയ മക്കളാണ് വളർന്നു വരുന്നത് എന്നത് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നുള്ളത് മുമ്പ് പാടിപ്പടിച്ചവരല്ലേ നമ്മൾ. അത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ കുടുംബത്തോടുകൂടി പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.